ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതാ ചൗചൗ. ഇതിന് വേറെ പല രസകരമായ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യക്കാരൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമുക്ക് വയനാട്ടിലൊക്കെ ഈ സാധനം കിട്ടാനുണ്ട്. ഇപ്പൊ നമ്മുടെ മാർക്കറ്റിലും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് പല കറികൾ ഉണ്ടാക്കാം, തോരൻ വെക്കാം, മെഴുക്കുവരട്ടി വെക്കാം. ഇന്നിപ്പോ നമ്മളെ ഒന്ന് അച്ചാറിട്ട് നോക്കാം. നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ പപ്പായയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് അതിന് വരുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ബായോ. ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുക്കണേ. അതിനുശേഷം അടുത്ത പരിപാടി നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊരു കറ ഉണ്ടാവുമേ. ഇതാ ഇതിൻ്റെ ഇങ്ങനെ ഈ മൂടുവശമില്ലേ, ഇങ്ങനെ ചെത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ കണ്ടോ അതിൻ്റെ ആ കറ വരുന്നത് കണ്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ കറയൊക്കെ കണ്ടോ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് അതിന്. പിന്നെ നമ്മുടെ കയ്യിൽ ഒട്ടത്തൊന്നുമില്ല. ഇതിനൊരു ഒട്ടലുണ്ട്, അതൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്താൽ. കണ്ടോ ആ കറ മുഴുവനും ഇങ്ങനെ വന്നു. ഇനി ഇത് നമുക്ക് ഒന്ന് തുടച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് തുടച്ചെടുത്താൽ മതി. അതിൻ്റെ ഉള്ളിലത്തെ അല്ല നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കും. ഇനി സ്കിന്നൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാം. ഇതാ നമ്മുടെ ചൗചൗ ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തേ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എന്താ പറയുക, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. സ്ക്വയറായിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തേ. ഇതിനാവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതാ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചു. കുറച്ച് കറിവേപ്പില, ഉലുവ, കടുക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കഷ്ണം ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കായപ്പൊടി, വിനാഗിരി, സാധാരണ പോലെ തന്നെ കുറച്ച് വെള്ളം. നമ്മുടെ ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നല്ലെണ്ണ അല്ല വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ അപ്പോഴത്തേനും നമുക്ക് ഒരുപാട് ദിവസം വെക്കാൻ പറ്റത്തില്ല. ഇത് ഒത്തിരി നാൾ അങ്ങനെ വെക്കാൻ പറ്റത്തില്ല, അല്ലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. വാട്ടർ കണ്ടന്റ് ഒക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് ഇതാ നമുക്ക് നല്ലെണ്ണ. ഇതിപ്പോൾ എനിക്ക് പിള്ളേർക്ക് കൊടുത്തു വിടാനും കൂടെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ നല്ലെണ്ണ തന്നെ ഇടുക. എണ്ണ ചൂടായപ്പം കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോഴേ ഇതാ ഒരു കുടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാവേ. മുളക് പൊടി നിങ്ങളുടെ എരിവിന് പാകത്തിന് ഇടണം. ഞാനിപ്പോൾ ഒരു 2 കൂടെ മിക്സ് ആയതുകൊണ്ട് 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടിയൊന്ന് മൂത്ത് കഴിഞ്ഞാൽ കളറ് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കണേ. ഞാൻ ഒരു ഗ്ലാസ് വിനാഗിരിയാണ് ഒഴിച്ചത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനാണെങ്കിൽ ഒന്നുമില്ല, ഒരു വികാരം ഇല്ലാത്ത സാധനം. അപ്പം അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണം എക്സ്ട്രാ. നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇനിയും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കുവാണേ. ഉപ്പിട്ടിട്ടില്ല. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അതിന് ശേഷം വേണം നമ്മുടെ ചൗചൗ ഇടാൻ. ആ സമയത്ത് നമുക്ക് ഇച്ചിരി ഉലുവ ഒന്ന് പൊടിക്കാനുണ്ട്. ഇച്ചിരി ഉലുവ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചൗചൗ ഇട്ട് കൊടുക്കാം. ചെറുതീയിൽ ഒരു 5 മിനിറ്റ് ഇത് ഇളക്കി കൊടുക്കണേ. ആ സമയത്ത് ഈ ചൗചൗവിന് ഒരു ചെറിയൊരു വേവ് അങ്ങോട്ട് വെന്തോളും. നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ എന്തായാലും കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണേ. ഇതിപ്പോൾ എനിക്ക് കൊടുത്തു വിടാനായതുകൊണ്ട് ഒത്തിരി ഗ്രേവി വേണ്ട. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിനാഗിരിയുടെ ഒപ്പം വെള്ളം ഒഴിക്കണേ. നമ്മുടെ ചൗചൗ ഒക്കെ ഒരു 5 മിനിറ്റ് ഈ മസാലയിൽ കിടന്നൊന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കായപ്പൊടി, ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി നമ്മുടെ എന്താ പറയുക, 1 സ്പൂൺ എന്തായാലും ഇടണം. ഇച്ചിരി ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞില്ലേ പപ്പായയൊക്കെ പോലെ ഇതിന് വേറെ ഒരു ഇതും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ എല്ലാം കൂടുതൽ ചേർക്കണം. എന്നാലേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. ഇതാ ഉലുവപ്പൊടിയും ചേർത്തേ. പക്ഷെ അച്ചാർ നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല രസമാണ് കഴിക്കാൻ. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ശർക്കരപ്പാനി. അത് നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ. ഇതൊന്ന് സ്വീറ്റായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഉപ്പും പുളിയും എരിവും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ എന്തായാലും ഒരിച്ചിരി സ്വീറ്റായിട്ട് കഴിക്കണം എന്നുള്ള രീതിയിലാണ് ഒരു സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല.
നമ്മൾ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഉപ്പും പുളിയൊക്കെ ഒന്നുകൂടെ നോക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടെ ആവാം. നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. വെജിറ്റേറിയൻകാർക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ്, നല്ല സൂപ്പർ അച്ചാറാണ്, നല്ല ടേസ്റ്റുമാണ് നമുക്ക്. അപ്പം ഇനി ഇത് തണുത്തതിന് ശേഷം വേണം നമുക്ക് ബോട്ടിലേക്ക് ആക്കാനേ. അപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഈ സാധനം നമുക്ക് കിട്ടും, സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട്. അപ്പം ഇതുകൊണ്ട് ഇങ്ങനെയൊന്ന് അച്ചാറുണ്ടാക്കി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.